ഉത്സവത്തിനപ്പുറമാണ് ഈ പാകിസ്ഥാൻ സ്വദേശിനിക്ക് രക്ഷാബന്ധൻ. സ്വന്തമായി നിർമ്മിച്ച രാഖിയുമായി എത്തി പ്രധാനമന്ത്രിയുടെ കൈകളിൽ ചാർത്തി നൽകുന്നതാണ് ഖമർ മൊഹസിൻ ഷെയ്ഖിന്റെ പതിവ്. അതെ, കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തുടരുന്ന ശീലം. പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ഖമർ മൊഹസിൻ ഷെയ്ഖിന്റെ ജനനം. 1981 വിവാഹശേഷമാണ് അഹമ്മദാബാദിലെത്തുന്നത്. 30 വർഷത്തിലേറെയായി അവർ ഓരോ രക്ഷാബന്ധനിലും പ്രധാനമന്ത്രിക്ക് രാഖി സമ്മാനിക്കുന്നു. ഇത്തവണ പവിത്രമായ ഓം ചിഹ്നത്തോടു കൂടിയ രാഖിയാണ് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നത്. പവിഴവും മുത്തും കൊണ്ട് ഭംഗിയാക്കിയ രാഖിയാകും കൈത്തണ്ടയിൽ കെട്ടുന്നതെന്ന് മൊഹസിൻ പറയുന്നു. राखी में इसमें ऐसा है कि मैंने इसमें ये ओम बनाया है. ओम बहुत अच्छा रहता है और इसमें मैंने मोती और स्टार्स लगा के उसमें डिजाइन बनाया है अपने हाथ से. ഓരോ വർഷവും നിരവധി രാഖികളാണ് ഖമർ മൊഹ്സീനും ഭർത്താവും ചേർന്ന് നിർമ്മിക്കുന്നത്. അവയിൽ പ്രത്യേകം നിർമ്മിച്ച ഒന്ന് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നതാണ് പതിവ്. സംഘപ്രവർത്തന കാലഘട്ടത്തിലാണ് ഖമർ നരേന്ദ്രമോദിയെ ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് മോദി സുഖവിവരം തേടിയിരുന്നു. അവിടം മുതലാണ് അവരുടെ സഹോദര ബന്ധം ആരംഭിച്ചതെന്നും ഖമർ പറയുന്നു. ആ സഹോദര ബന്ധം ഇന്നും ഇഴയടുപ്പത്തോടെ നിലനിൽക്കുന്നു. അന്നു മുതൽ എല്ലാ വർഷവും മോദിക്കായി പ്രത്യേകം രാഖി നിർമ്മിക്കാറുണ്ട്. जब मैंने उनको पहली राखी बांधी तो मैंने उनसे ये कहा कि भैया मैं आपके लिए दुआ करती हूँ कि आप गुजरात के सीएम बने. तो हंसी जोर से बोले, अरे मेरा तो ये सन का काम ही अच्छा है, कहा तो मुझे बदुआ देते हो, ऐसा बोला उन्होंने. इत्तेफाक ऐसा कि इलेक्शन हुए, गुजरात के सीएम बने. जब सीएम बने तो मैं पहली बार उनको जब राखी बांधने के लिए गई सीएम बनने के बाद, तो बोले तेरी दुआ कबूल हो गई. ये तब का फोटो है, ये जो ये वाला है ना, तब का फोटो है ये. तो मैंने कहने लगे कि अब क्या दुआ मांगोगी. मैंने कहा मैं आपके लिए दुआ करूंगी कि आप हिंदुस्तान के पीएम बने. बोले क्या बात करती है. उन्होंने कहा जी. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദിയെ കാണണമെന്ന് താൻ പ്രാർത്ഥിച്ച ഒരു പഴയ രക്ഷാബന്ധൻ ദിനത്തെക്കുറിച്ചും അവർ ഓർത്തു. ആ പ്രാർത്ഥന സഫലമായപ്പോൾ അടുത്തതായി എന്താഗ്രഹമാണ് ഉള്ളതെന്ന് നരേന്ദ്രമോദി ചോദിച്ചിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അവർ മറുപടി നൽകിയത്. ആ ആഗ്രഹവും സഫലമായെന്നും മോദി 3ാം തവണയും പ്രധാനമന്ത്രിയായി തുടരുകയാണെന്നും അവർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്ന ഭാരതമെന്നും ഖമർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജനം.